ഫ്രണ്ട്സ്, ഈ വീഡിയോയിലുള്ളത് മഞ്ഞുകാലത്തെ വിശേഷങ്ങളൊക്കെയാണ്. മഞ്ഞുകാലത്ത് ഇവിടെ ഈ സ്നോ റിമൂവൽ ജോബ് കാര്യങ്ങൾ അതിനൊക്കെ എത്രയാണ് സാലറി കിട്ടുന്നത്, അതെങ്ങനെയാണ് ഇവിടെ എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതാത് പ്രദേശത്തെ മുനിസിപ്പാലിറ്റി ടെൻഡർ വിളിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ജോലികൾ ഏറ്റെടുക്കുന്നത്. അതിനുവേണ്ടി അവർ പല സ്ഥലത്തു നിന്നും ജോലിക്കാരെ നിയമിക്കാറുണ്ട്. ഇപ്പോൾ സ്നോ റിമൂവൽ ജോബ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളെയാണ് ഇവർ കൂടുതലും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സിറ്റി പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് അവർ നീക്കുന്നത്, സ്നോ റിമൂവ് ചെയ്യുന്നത്. അതിന് കൂടുതൽ പേയ്മെൻ്റ് ഉണ്ട്. ഇവിടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിക്കൂറിനാണ് പേയ്മെൻറ്റ് വരുന്നത്. അത് ഏകദേശം 2000 മുതൽ 5000 വരെ മണിക്കൂറിന് കിട്ടുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലുള്ള, അതായത് ഓരോ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഇതേപോലത്തെ സ്നോയൊക്കെ സിറ്റികളിലുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനാണെങ്കിൽ മണിക്കൂറിന് 5000 രൂപ വരെയാണ് കിട്ടുന്നതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ സ്നോ റിമൂവലിൻ്റെ വേറൊരു വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജസ്റ്റ് ഇവിടുത്തെ സാലറി, അതേപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ്. അതായത് വെളുപ്പിനെ മുതൽ തുടങ്ങുന്നതാണ്. 3 മണി 4 മണി സമയത്തൊക്കെ ഇത് തുടങ്ങും. 5 മണിക്കൂർ 6 മണിക്കൂറാണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഇവർക്ക് ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ അത്രയും സമയമാണ് ഇവർ കൂടുതലും ജോലി ചെയ്യുന്നത്. ഇപ്പം കൂടുതലും ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ എന്നിന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ആഫ്രിക്കൻസിനെ വരെ കണ്ടിട്ടുണ്ട്. അപ്പം പല രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം സ്നോ റിമൂവലിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരും സ്നോ റിമൂവൽ ജോബിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരും ഇതുപോലെ പാർട്ട് ടൈമായിട്ട് സ്നോ റിമൂവൽ ജോബൊക്കെ ചെയ്യാറുണ്ട്. അപ്പം 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഏണിങ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ജോലി നല്ല കഷ്ടപ്പാടുള്ളതാണ്. നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വിസയിൽ വന്ന്, അതായത് ടൂറിസ്റ്റ് വിസ, ബിസിനസ് വിസ, അതിലൊന്നും വന്ന് വർക്ക് ചെയ്യാതെ പ്രോപ്പറായിട്ട് ഉള്ള വർക്കിംഗ് വിസയിലൊക്കെയാണ് വന്നിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അനധികൃതമായിട്ട് ജോലി ചെയ്യുന്നവരെ പിടിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരോട് ചെയ്യാം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്നോ റിമൂവൽ ജോലി, അതുപോലെ കഷ്ടപ്പാട് പിടിച്ച ജോലിക്ക് വരുമ്പം ഡെയിലി വൈസിൽ തന്നെ സാലറി നിങ്ങൾ കൈപ്പറ്റാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരു വീക്കെൻഡിലെങ്കിലും. കാരണം അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് ചെയ്ത ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാലറി കിട്ടാതെ വരരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സ്നോ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞാൻ വിസ ചെയ്യുന്ന ഒരാളല്ല, ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രം, അതായത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്